പ്രിയമുള്ളവരെ, ബ്രില്യൻ PSC കോച്ചിങ്ങിൻ്റെ LP UP പരീക്ഷാ പരിശീലന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബുദ്ധി പരീക്ഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബുദ്ധി പരീക്ഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ആൽഫ്രഡ് ബിനെ. ആൽഫ്രഡ് ബിനെയാണ് ബുദ്ധി പരീക്ഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അഭിക്ഷമത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അഭിക്ഷമത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉത്തരം ഇപ്പോഴത്തെ പരിശീലനം കൊണ്ട് ഭാവിയിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നതാണ് അഭിക്ഷമത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും ജീവിതഗന്ധിയായ വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയാണ് ഡാഷ്. ഉത്തരം SSA. 6 മുതൽ 14 വയസ്സ് വരെയുള്ള ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും ജീവിതഗന്ധിയായ വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയാണ് SSA. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി കളിപ്പാട്ടങ്ങളോട് സംസാരിക്കുന്നു. പിയാഷയുടെ അഭിപ്രായത്തിൽ ഈ കുട്ടി ഏത് ഘട്ടത്തിലാണ്? 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി കളിപ്പാട്ടങ്ങളോട് സംസാരിക്കുന്നു. പിയാഷയുടെ അഭിപ്രായത്തിൽ ഈ കുട്ടി ഏത് ഘട്ടത്തിലാണ്? ഉത്തരം പ്രാഗ് സംക്രിയ ഘട്ടത്തിലാണ്. കുട്ടികളുടെ ജിജ്ഞാസ പ്രകൃതിയുടെ സമ്മാനമാണെന്നും അത് അധ്യാപകൻ കഴിയുന്നത്ര പ്രയോജനപ്പെടുത്തണമെന്നും പറഞ്ഞതാരാണ്? കുട്ടികളുടെ ജിജ്ഞാസ പ്രകൃതിയുടെ സമ്മാനമാണെന്നും അത് അധ്യാപകൻ കഴിയുന്നത്ര പ്രയോജനപ്പെടുത്തണമെന്നും പറഞ്ഞതാരാണ്? ഉത്തരം ബ്രൂണർ. പുതുതായി തുടങ്ങാൻ പോകുന്ന കയ്യെഴുത്ത് മാസികയുടെ എഡിറ്റർ ആവണമെന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നിങ്ങളെ സമീപിക്കുന്നു എന്ന് കരുതുക. നിങ്ങൾ എന്ത് ചെയ്യും? പുതുതായി തുടങ്ങാൻ പോകുന്ന കയ്യെഴുത്ത് മാസികയുടെ എഡിറ്റർ ആവണമെന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നിങ്ങളെ സമീപിക്കുന്നു എന്ന് കരുതുക. നിങ്ങൾ എന്ത് ചെയ്യും? ഉത്തരം അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരിൽ ഒരാളെ തന്നെ എഡിറ്ററാക്കുകയും എഡിറ്റിങ്ങിൽ അവരെ സഹായിക്കുകയും ചെയ്യുന്നു. അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരിൽ ഒരാളെ തന്നെ എഡിറ്ററാക്കുകയും എഡിറ്റിങ്ങിൽ അവരെ സഹായിക്കുകയും ചെയ്യുന്നു. ഒരു കുട്ടി മറ്റു കുട്ടികളുടെ ബുക്കും പെൻസിലും മോഷ്ടിക്കുന്നതായി നിങ്ങൾക്ക് വിവരം ലഭിച്ചു. നിങ്ങൾ എന്ത് ചെയ്യും? ഒരു കുട്ടി മറ്റു കുട്ടികളുടെ ബുക്കും പെൻസിലും മോഷ്ടിക്കുന്നതായി നിങ്ങൾക്ക് വിവരം ലഭിച്ചു. നിങ്ങൾ എന്ത് ചെയ്യും? ഉത്തരം ഇത് തടയാൻ വേണ്ട നടപടി എടുക്കും മുമ്പ് ആ കുട്ടിയുടെ കേസ് സ്റ്റഡി നടത്തും. ഭാഷാ പഠനത്തിൽ അനുവർത്തിക്കേണ്ട മുൻഗണനാക്രമം. ഭാഷാ പഠനത്തിൽ അനുവർത്തിക്കേണ്ട മുൻഗണനാക്രമം. ഉത്തരം ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്. ലിസണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്. LSRW എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇലക്ട്ര കോംപ്ലക്സ് എന്നത് എന്താണ്? എന്താണ് ഇലക്ട്ര കോംപ്ലക്സ്? ഉത്തരം ഒരു പെൺകുട്ടിക്ക് സ്വന്തം പിതാവിനോട് തോന്നുന്ന ആകർഷണമാണ് ഇലക്ട്ര കോംപ്ലക്സ്. മൂല്യനിർണ്ണയത്തിൽ നിന്ന് അപ്പർ പ്രൈമറി തലത്തിൽ പാർട്ട് 1 സ്വീകരിച്ചിരിക്കുന്ന ഗ്രേഡിംഗ് സമ്പ്രദായം ഏതാണ്? മൂല്യനിർണ്ണയത്തിൽ അപ്പർ പ്രൈമറി തലത്തിൽ പാർട്ട് 1 സ്വീകരിച്ചിരിക്കുന്ന ഗ്രേഡിംഗ് സമ്പ്രദായം. ഉത്തരം 3 പോയിൻ്റ് ഡയറക്റ്റ് ഗ്രേഡിംഗ്. 3 പോയിൻ്റ് ഡയറക്റ്റ് ഗ്രേഡിംഗ് ആണ് മൂല്യനിർണ്ണയത്തിൽ അപ്പർ പ്രൈമറി തലത്തിൽ പാർട്ട് 1 സ്വീകരിച്ചിരിക്കുന്ന ഗ്രേഡിംഗ് സമ്പ്രദായം. അധ്യാപക രക്ഷാകർതൃ യോഗത്തിൽ ചില രക്ഷിതാക്കൾ ചില പാഠഭാഗങ്ങൾ തങ്ങളുടെ കുട്ടികൾക്ക് മനസ്സിലായില്ലെന്ന് പരാതിപ്പെടുന്നു. എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? അധ്യാപക രക്ഷാകർതൃ യോഗത്തിൽ ചില രക്ഷിതാക്കൾ ചില പാഠഭാഗങ്ങൾ തങ്ങളുടെ കുട്ടികൾക്ക് മനസ്സിലായില്ലെന്ന് പരാതിപ്പെടുന്നു. എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? ഉത്തരം കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിഞ്ഞ് പരിഹാരബോധനം നടത്തും. എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രൂപത്തിന് മറ്റൊരു ദീപം തെളിക്കാനാകും എന്ന് പറഞ്ഞതാര്? എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രൂപത്തിന് മറ്റൊരു ദീപം തെളിക്കാനാകൂ എന്ന് പറഞ്ഞതാര്? ഉത്തരം ടാഗോർ. ബഹുതല ബുദ്ധി സിദ്ധാന്തമനുസരിച്ച് കളിമൺ രൂപം നിർമ്മിക്കുന്ന ഒരു കുട്ടിയിൽ പ്രകടമായി കാണുന്ന ബുദ്ധിയുടെ തലമാണ് ഡാഷ്. ബഹുതല ബുദ്ധി സിദ്ധാന്തമനുസരിച്ച് കളിമൺ രൂപം നിർമ്മിക്കുന്ന ഒരു കുട്ടിയിൽ പ്രകടമായി കാണുന്ന ബുദ്ധിയുടെ തലമാണ് ശാരീരിക ചലനപരമായ ബുദ്ധി. ശാരീരിക ചലനപരമായ ബുദ്ധി.
വൈകാരിക ബുദ്ധി എന്ന ആശയം മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? വൈകാരിക ബുദ്ധി എന്ന ആശയം മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ. ഉത്തരം ഡാനിയൽ ഗോൾമാൻ. ഡാനിയൽ ഗോൾമാനാണ് വൈകാരിക ബുദ്ധി എന്ന ആശയം മുന്നോട്ട് വെച്ചത്. വിരൽ നുകരൽ ഡാഷ് എന്ന സമായോജന തന്ത്രമാണ്. വിരൽ നുകരൽ പ്രതിഗമനം എന്ന സമായോജന തന്ത്രമാണ്. വിരൽ നുകരൽ പ്രതിഗമനം എന്ന സമായോജന തന്ത്രമാണ്. ഫ്രോയിഡിയൻ മനഃശാസ്ത്രമനുസരിച്ച് എല്ലാ മാനസികോർജ്ജങ്ങളുടെയും ഉറവിടമാണ് ഡാഷ്. ഫ്രോയിഡിയൻ മനഃശാസ്ത്രമനുസരിച്ച് എല്ലാ മാനസികോർജ്ജങ്ങളുടെയും ഉറവിടമാണ് ഇത്. ബാലക സംപ്രത്യക്ഷണ പരീക്ഷ ഉപയോഗിക്കുന്നത് കുട്ടിയുടെ എന്തിനെപ്പറ്റി പഠിക്കാനാണ്? ഉത്തരം വ്യക്തിത്വത്തെപ്പറ്റി പഠിക്കാനാണ്. ബാലക സംപ്രത്യക്ഷണ പരീക്ഷ ഉപയോഗിക്കുന്നത് കുട്ടിയുടെ വ്യക്തിത്വത്തെപ്പറ്റി പഠിക്കാനാണ്. മാതാപിതാക്കളെ ആശ്രയിക്കുന്നതിൽ നിന്നും പാരതന്ത്ര്യത്തിൽ നിന്നുള്ള മോചനം മുഖ്യ ആവശ്യമായി കാണപ്പെടുന്ന വികാസഘട്ടം. മാതാപിതാക്കളെ ആശ്രയിക്കുന്നതിൽ നിന്നും പാരതന്ത്ര്യത്തിൽ നിന്നുമുള്ള മോചനം മുഖ്യ ആവശ്യമായി കാണപ്പെടുന്ന വികാസഘട്ടം. ഉത്തരം കൗമാരം. നിദാന ശോധകത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നിദാന ശോധകത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഉത്തരം പഠിതാവിൻ്റെ പഠനപ്രയാസം കണ്ടെത്തൽ. പഠിതാവിൻ്റെ പഠനപ്രയാസം കണ്ടെത്തലാണ് നിദാന ശോധകത്തിൻ്റെ ലക്ഷ്യം. പൗലോ ഫ്രയറിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥത്തിൻ്റെ പേര് എന്താണ്? പൗലോ ഫ്രയറിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥത്തിൻ്റെ പേര്. ഉത്തരം മർദ്ദിതരുടെ ബോധനശാസ്ത്രം. മർദ്ദിതരുടെ ബോധനശാസ്ത്രമാണ് പൗലോ ഫ്രയറിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥം. ഒരു വസ്തുവിൻ്റെ അതേ രൂപത്തിലോ അഥവാ വലിയ വ്യതിയാനമുള്ളതോ ആയ തനിപ്പകർപ്പാണ് ഡാഷ്. ഉത്തരം മാതൃകകൾ. രേഖീയ കാര്യക്രമം ആരുടെ സംഭാവനയാണ്? രേഖീയ കാര്യക്രമം ആരുടെ സംഭാവനയാണ്? ഉത്തരം ബി.എഫ്. സ്കിന്നർ. ബി.എഫ്. സ്കിന്നറിൻ്റെ സംഭാവനയാണ് രേഖീയ കാര്യക്രമം. ബിനറ്റ് എന്ന മനഃശാസ്ത്രജ്ഞൻ്റെ ജന്മദേശം എവിടെയാണ്? ബിനറ്റ് എന്ന മനഃശാസ്ത്രജ്ഞൻ്റെ ജന്മദേശം. ഉത്തരം ഫ്രാൻസ്. അഭിനയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള രീതിയാണ് ഡാഷ്. അഭിനയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ബോധന രീതിയാണ് സിമുലേഷൻ. ഒരു വ്യക്തിയാധിഷ്ഠിത ബോധന രീതിയാണ് ഡാഷ്. ഒരു വ്യക്തിയാധിഷ്ഠിത ബോധന രീതിയാണ് കെല്ലർ പ്ലാൻ. ഒരു വ്യക്തിയാധിഷ്ഠിത ബോധന രീതിയാണ് കെല്ലർ പ്ലാൻ. നല്ല വീടാണ് ഏറ്റവും നല്ല വിദ്യാലയം. കാരണം സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും കേന്ദ്രമാണിത്. ആരുടെ വാക്കുകളാണിത്? നല്ല വീടാണ് ഏറ്റവും നല്ല വിദ്യാലയം. കാരണം സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും കേന്ദ്രമാണിത്. ആരുടെ വാക്കുകളാണിത്? ഉത്തരം പെസ്റ്റലോസി. പ്രായോഗികവാദത്തിൻ്റെ മൂർത്തീഭാവമായ ബോധന രീതി ഏതാണ്? പ്രായോഗികവാദത്തിൻ്റെ മൂർത്തീഭാവമായ ബോധന രീതി ഏതാണ്? ഉത്തരം പ്രൊജക്റ്റ് രീതി. 1978 +2 കമ്മിറ്റിയുടെ മറ്റൊരു പേരാണ് ഡാഷ്. 1978 +2 കമ്മിറ്റിയുടെ മറ്റൊരു പേരാണ് ആദിശേഷ കമ്മിറ്റി. ചോദക പ്രതികരണ യൂണിറ്റുകൾക്ക് റിഫ്ലക്സുകൾ എന്ന പേര് നൽകി വിദ്യാഭ്യാസത്തിൻ്റെ ധർമ്മം നിർവഹിച്ചതാര്? ചോദക പ്രതികരണ യൂണിറ്റുകൾക്ക് റിഫ്ലക്സുകൾ എന്ന പേര് നൽകി വിദ്യാഭ്യാസത്തിൻ്റെ ധർമ്മം നിർവഹിച്ചതാര്? ഉത്തരം വാട്സൺ. ചോദക പ്രതികരണ യൂണിറ്റുകൾക്ക് റിഫ്ലക്സുകൾ എന്ന പേര് നൽകി വിദ്യാഭ്യാസത്തിൻ്റെ ധർമ്മം നിർവഹിച്ചത് വാട്സൺ ആണ്. മാക്സ് വെർത്തീമർ ഏത് മനഃശാസ്ത്ര വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാക്സ് വെർത്തീമർ ഏത് മനഃശാസ്ത്ര വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം.